രണ്ടെണ്ണം നിൻ്റെ, രണ്ടെണ്ണം എൻ്റെ. നമ്മളെ ഒരു വ്യക്തിയുടെ ഇടതുവശം ചേർന്ന പോകുന്നെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ കരങ്ങളിൽ ഇങ്ങനെ പിടിച്ചായിരിക്കും നടക്കുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന ജീവിതയാത്രയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ തകർച്ചകളോ ഒക്കെ വന്നാൽ നമ്മൾ പെട്ടെന്ന് ഈ കരങ്ങളിൽ നിന്ന് നമുക്ക് പിടിവിട്ടു പോകാൻ എളുപ്പമാണ്. കാരണം നമ്മളാണ് ഈ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് കരങ്ങൾ വലിച്ച് പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കും. എന്നാൽ ഈ നടക്കുന്ന വ്യക്തി നമ്മുടെ കരങ്ങളിൽ ഇങ്ങനെയാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രശ്നമോ പ്രയാസം വരുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ പിടിവിട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം ആ വ്യക്തി വിചാരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി കരങ്ങൾ അയച്ചെങ്കിലേ നമ്മുടെ കരങ്ങൾ ഫ്രീ ആയി കിട്ടുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ദൈവമാണ് നമ്മുടെ കരങ്ങൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തു പ്രശ്നമുണ്ടായാലും, ഏത് പ്രതിസന്ധി ഉണ്ടായാലും, ഏത് വീഴ്ചകളും തകർച്ചകളും താഴ്ചകളും ഒക്കെ ഉണ്ടായാലും ദൈവം അറിയാതെ, അവൻ അനുവദിക്കാതെ ആ പിടിവിട്ട് പോകാനോ അവൻ നമ്മളെ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ നമ്മളെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെങ്കിൽ അവൻ പിടിവിടാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരനർത്ഥവും ഒരാപത്തും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കത്തില്ല. എന്ത് തന്നെ വന്നാലും നമ്മൾ അവൻ്റെ കരങ്ങളിലായിരിക്കും. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു മനുഷ്യൻ മരിച്ച് ദൈവസന്നിധിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെ കാണിച്ചു കൊടുത്തു. ദൈവം കാണിച്ചു കൊടുത്തത് ഇപ്രകാരമാണ്. അവൻ എപ്പോഴും നടന്നു പോകുമ്പോൾ 4 കാലുകൾ കാണാനായിട്ട് സാധിക്കും. അവൻ ദൈവത്തോട് ചോദിച്ചു, ഇതാരുടെയാണ് 4 കാലുകൾ? ദൈവം പറഞ്ഞു, 2 എണ്ണം നിൻ്റെ, 2 എണ്ണം എൻ്റെ. അവന് വലിയ സന്തോഷമായി. എപ്പോൾ നോക്കിയാലും ഈ നിഴൽ പോലെ ഈ 4 കാലുകൾ അവൻ കാണുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങൾ ദൈവം അവന് കാണിച്ചു കൊടുത്തു. കുറേ കാലങ്ങൾ കഴിഞ്ഞ് അവൻ്റെ സ്കൂള്, അവൻ്റെ വിദ്യാഭ്യാസം, ജോലി മേഖല, വിവാഹ ജീവിതം, എല്ലാ സമയത്തും ഈ 4 കാലുകൾ അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം അവന് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും അവൻ്റെ കാലങ്ങൾ ഇങ്ങനെ ദൈവം കാണിച്ചു കൊടുക്കുക. ഇവൻ ഒരിക്കൽ നോക്കിയപ്പോഴേ ഇവൻ്റെ പ്രയാസം, ബുദ്ധിമുട്ട്, ദുഃഖങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് ഇവൻ നോക്കുമ്പോഴത്തേക്ക് 2 കാലുകൾ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോഴവൻ ദൈവത്തോട് ചോദിച്ചു, എൻ്റെ നല്ല സമയങ്ങളിൽ, എൻ്റെ നല്ല കാലഘട്ടത്തിൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ നീ നോക്കിക്കേ, അവിടെ ഇപ്പോൾ 2 കാലും മാത്രമേ ഉള്ളൂ. ആ സമയങ്ങളിൽ അത് ആരുടെ കാലാണ്? ആ സമയങ്ങളിൽ നീ എവിടെയായിരുന്നു? ദൈവം പറഞ്ഞു, മോനെ, അത് നിൻ്റെ കാലല്ല, ആ കാല് 2ഉം എൻ്റെയാണ്. അപ്പോഴവൻ ചോദിച്ചു, അപ്പോൾ ഞാൻ എവിടെയാണ്? ദൈവം പറഞ്ഞു, ആ സമയങ്ങളിൽ നിന്നെ ഞാൻ എടുത്തിരിക്കുകയായിരുന്നു. ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോൾ ഒരു പക്ഷേ നമ്മളറിയാതെ അവൻ നമ്മളെ മുറുകെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ആ പിടുത്തമുള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മളാരും പല സമയങ്ങളിലും തകർന്നു പോകാതെ ഇന്നും ഇങ്ങനെ ആയിരിക്കുന്നത്. ദൈവം കരം പിടിച്ചാൽ അവനറിയാതെ നമുക്കതിൽ നിന്ന് ഒരിക്കലും ഊരിപ്പോകാൻ സാധിക്കത്തില്ല. എന്നാൽ നാമാണ് അവിടെ പിടിക്കുന്നതെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നു ചേരുമ്പോൾ നമ്മളറിയാതെ അവിടെ നിന്ന് നമ്മുടെ കരങ്ങൾ താനെ മാറിപ്പോകും. അതുകൊണ്ടാണ് നാം കേട്ടിട്ടില്ലേ, ദൈവം നിൻ്റെ പക്ഷത്തെങ്കിൽ നിനക്ക് ശത്രു ആരെയെന്ന്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ എല്ലാ തകർച്ചകളിൽ നിന്നും, എല്ലാ വിഷമങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും നമുക്കും മുന്നേറുവാനായിട്ട് സാധിക്കും. നമുക്കും അവൻ്റെ കരങ്ങളിൽ ചേർത്ത് പിടിക്കാം. ജീവിതത്തിലെ പ്രതിസന്ധികളെ മുന്നേറുവാൻ അവൻ നമ്മളെ ബലപ്പെടുത്തും. നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അവനാണ് നമ്മളെ പിടിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകുകയില്ല, നമ്മൾ ഒരിക്കലും താന്നു പോകുകയുമില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.